നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനിയൊന്നും പഴയതുപോലെയല്ല. ദിനം പ്രതി അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ദുബായ് എമിറേറ്റിലെ 28 പ്രദേശങ്ങൾക്ക് ഇനി മുതൽ പുതിയ പേരുകളാണ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. പുതുതായി വികസിക്കുന്നതും നേരത്തെയുള്ളതുമായ സ്ഥലങ്ങൾ അടക്കം സുപ്രധാന സ്ഥലങ്ങളുടെ പേരുകളാണ് പുതുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി പ്രവാസികൾ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് റോഡിന്റെ പേരുകൾ പുതുക്കിയതനുസരിച്ച് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഷെയ്ഖ് സായിദ് റോഡ് മേഖല ബുർജ് ഖലീഫ എന്നറിയപ്പെടും. അപ്പാർട്ട്മെന്റുകളും ഓഫീസുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും അടക്കമുള്ള നിരവധി കെട്ടിടങ്ങളുള്ള പ്രദേശമാണ് ബുർജ് ഖലീഫ ഏരിയ. ഡൗൺ ടൗൺ, ബിസിനസ് ബേ, JLT, അതുപോലെ ദുബായ് മറീന എന്നിവയടക്കം പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവിടം നിക്ഷേപകർക്കും വിനോദസഞ്ചാരികൾക്കും ഇഷ്ടകേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം സ്വദേശികൾക്ക് താമസത്തിന് വീടുകൾ നിർമ്മിക്കുന്ന പ്രദേശത്തിന് മദീനത്ത് ലത്വീഫ എന്ന നാമകരണവും നൽകും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മാതാവ് ഷെയ്ഖ ലത്വീഫ ബിൻ ഹംദാൻ ബിൻ സായിദ് അൽ നെഹ്യാന്റെ പേരാണ് പ്രദേശത്തിന് നൽകിയിരിക്കുന്നത്. ഇവിടെ പൗരന്മാർക്ക് 3500 പ്ലോട്ടുകളും അതുപോലെ 2300 താമസയോഗ്യമായ വീടുകളുമാണ് അനുവദിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളുടെ പേരുമാറ്റം പ്രഖ്യാപിച്ചുവെങ്കിലും എന്നു മുതൽ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. റോഡുകൾക്ക് പേരിടുന്നതിന് ദുബായ് അടുത്തിടെ പുതിയ സംവിധാനം പ്രഖ്യാപിച്ചിരുന്നു. ആരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ അൽ ഖവാനീജ് 2 ഏരിയയിലെ റോഡുകൾക്ക് പ്രാദേശിക മരങ്ങളുടെയും അതുപോലെ തന്നെ പൂക്കളുടെയും പേരുകളാണ് നൽകിയത്. അതേസമയം ലോകത്ത് വസ്തുവില വർധനയിൽ UAE മുന്നിലാണ്. 2023 കണക്കനുസരിച്ച് UAEയിലെ വസ്തുവില 10.4% ഉയർന്നതായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വ്യക്തമാക്കുന്നു. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഡേറ്റ പ്രകാരം കോവിഡിന് മുൻപ് UAE 14.15% 6ാം സ്ഥാനത്തായിരുന്നു. വിദേശികളുടെ വർധനയും ഉയർന്ന ഡിമാൻഡുമാണ് വില വർധനയ്ക്ക് കാരണം. രാജ്യത്തെ വില്ലകളുടെയും അതുപോലെ പെന്റ് ഹൗസുകളുടെയും വില റെക്കോർഡിലെത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ കൂടുകയും അത്യാഡംബര യൂണിറ്റുകളുടെ വിതരണം കുറഞ്ഞതും വില കൂടാൻ കാരണമായി. 2023 നവംബറിലെ കണക്കനുസരിച്ച് ദുബായിൽ ഒരു ചതുരശ്ര അടിക്ക് 1271 ദിർഹത്തിലേക്ക് ഉയർന്നു. വില വർധനയിൽ 4.72%. മെക്സിക്കോ ആണ് 2ാം സ്ഥാനത്ത്, ഇസ്രയേൽ 3.1%, പോർച്ചുഗൽ 2.42%, തായ്ലൻഡ് 1.54%, ജപ്പാൻ 0.62%, മലേഷ്യ 0.27 എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നിൽ. കോവിഡിന് മുൻപ് ഇസ്രയേലിലായിരുന്നു 23.7% ഏറ്റവും ഉയർന്ന പ്രോപ്പർട്ടി നിരക്ക്. പോർച്ചുഗൽ 22.29% ആയിരുന്നു 2ാം സ്ഥാനത്ത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.